നമസ്കാരം. ഡെയിലി ഡോസ് ഓഫ് ഇൻസ്പിറേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കാദ്യം ക്ഷേത്രം എന്നാൽ എന്താണെന്ന് ചർച്ച ചെയ്യാം. ക്ഷതം ത്രായതേ ആണ് ക്ഷേത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മാനസികമായ മുറിവുകൾ ഉണക്കുന്ന ഒരു താന്ത്രിക സംവിധാനമാണ് ക്ഷേത്രം. നമ്മുടെ മനസ്സിലേറ്റിയ മുറിവുകളെ, അതായത് മനസ്സിലെ വിഷമങ്ങളെയെല്ലാം ക്ഷേത്ര ദർശനത്തിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്ഷേത്രസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ദേവൻ്റെ ശരീരമാണ് ക്ഷേത്രം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഭക്തൻ തൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും ദേവൻ്റെ അതത് ഭാഗങ്ങളുമായി ലയിപ്പിക്കണം. ശ്രീകോവിൽ ചിന്മയ ശരീരം, പുറമതിൽക്കെട്ട് അനമയ ശരീരം, പുറത്തെ പ്രദക്ഷിണ വഴി പ്രാണമയ ശരീരം, അകത്തെ പ്രദക്ഷിണ വഴി വിജ്ഞാനമയ ശരീരം, അകത്തെ ബലിവട്ടം ആനന്ദമയ ശരീരം, പുറബലിവട്ടം കാമമയ ശരീരം, ചുറ്റമ്പലം മനോമയ ശരീരം. ഇപ്രകാരം വേണം ചിന്തിക്കാൻ. അടുത്തത് ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് ഏത് വിധമാണെന്ന് ചർച്ച ചെയ്യാം. ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് നിന്ന് വേണം തൊഴാൻ. കാരണം ദൈവചൈതന്യം വിഗ്രഹത്തിൽ നിന്ന് നമ്മളിലേക്ക് സർപ്പാകൃതിയിലാണ് വരുന്നത്. കാലുകൾ രണ്ടും ചേർത്തു നിർത്തി കൈപ്പത്തികൾ താമരമുട്ട് പോലെ പിടിക്കണം. പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസകലം ഭ്രമണം ചെയ്യുന്നതാണ്. ശരീരബലം നൽകുന്ന പ്രതിശക്തി ചെറുവിരൽ വഴിയും പ്രാണവികാര ബലമേകുന്ന ജലശക്തി മോതിരവിരൽ വഴിയും ബുദ്ധിബലം നൽകുന്ന അഗ്നിശക്തി നടുവിരൽ വഴിയും ബോധബലം നൽകുന്ന വായുശക്തി ചൂണ്ടുവിരൽ വഴിയുമാണ് പ്രയാണം ചെയ്യപ്പെടുന്നത്. അടുത്തത് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം സ്വീകരിക്കേണ്ടത് എപ്രകാരമാണെന്ന് നോക്കാം. ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം, തീർത്ഥം, ദീപം, ധൂപം, പുഷ്പം എന്നിവ സ്വീകരിക്കണം. ചന്ദനം പുറത്തു കടന്നേ ധരിക്കാവൂ. മലര്, തുളസി, കൂവളം ഇവ ചേർത്തുള്ള തീർത്ഥം അല്പം വാങ്ങി സേവിക്കാം. അധികമുള്ളത് ശിരസിൽ തളിക്കാം. ഇനി പുഷ്പം ശിരസിൽ ധരിച്ച ശേഷം മുടിത്തുമ്പിൽ വയ്ക്കാം. ധൂപദീപങ്ങൾ ഇരു കൈകളാലും ഏറ്റുവാങ്ങി കണ്ണുകളിൽ ചേർത്ത് കിഴക്കോട്ടൊഴിയണം. ഇവയൊക്കെയാണ് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തേണ്ടത് എപ്രകാരമാണെന്ന് നോക്കാം. ആദ്യം തന്നെ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നതിന് മുമ്പ് പുറത്ത് പ്രദക്ഷിണം വയ്ക്കണം. മതിൽക്കു പുറത്തുള്ള പ്രദക്ഷിണത്തിനാണ് കൂടുതൽ ഫലം. അകത്തെ പ്രദക്ഷിണ വഴിയിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ 3 ഇരട്ടി ഫലമാണ് പുറത്തെ പ്രദക്ഷിണം കൊണ്ട് ലഭിക്കുന്നത്. കൈകൾ കൂപ്പി നാമജപത്തോടെ അടികൾ വെച്ച് ഏകാഗ്രതയോടെ നടക്കണം. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും 4, എല്ലാവർക്കും പൊതുവെ 3 പ്രദക്ഷിണം ആകാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. ദേവഗംഗയെ ജടയിൽ സ്വീകരിച്ച് അതൊരു വശത്തേക്ക് തിരിക്കുകയാണ് പരമശിവൻ ചെയ്തത്. ഓവ് ഗംഗാ നദിയായി സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണ് ഓവ് മറികടന്നു പോകരുതെന്ന് പറയുന്നത്. ശിവനെ വലത്തു വെച്ചുകൊണ്ട് വടക്കുവശത്ത് ഓവ് വരെ പ്രദക്ഷിണം വെച്ച ശേഷം ഓവിനരികിൽ നിന്ന് താഴികക്കുടത്തിൽ നോക്കി കൈകൊട്ടി തൊഴണം. വീണ്ടും ഇടത്തു വെച്ച് വടക്കുവശത്ത് ഓവിനരികിലേക്ക് വന്ന് താഴികക്കുടത്തിൽ നോക്കി കൈകൊട്ടി തൊഴണം. കൈ കൊട്ടുന്നതുകൊണ്ട് ശിരസിൽ അമൃതപ്രവാഹം ഉണ്ടാവുകയും ശരീരമാകസകലം വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഡെയിലി ഡോസ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.